എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചേച്ചിക്കിൻ്റെ മാങ്ക് എക്സ്പ്രഷൻ വീഡിയോയിലേക്ക്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ കിങ് ഓഫ് കേഴ്സസ് വേഴ്സസ് നമ്മുടെ ക്യൂൻ ഓഫ് കേഴ്സസ്, അതായത് നമ്മുടെ യൂട്ടിൻ്റെ റിക്ക വേഴ്സസ് നമ്മുടെ സുക്കുണും കൂടിയായിട്ടുള്ള ഒരു ഫൈറ്റിന് തുടക്കമിട്ടിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോ അവസാനിപ്പിച്ചത്. ഓക്കെ, സോ അടുത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്ന മുമ്പ് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവിടുത്തെ ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ ഒക്കെ കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മെഗുമി, അതായത് നമ്മുടെ സുക്കുണിക്ക് നമ്മുടെ ടെങ്ങൻ്റെ മെർജിങ് ആയിട്ടുള്ള ഒരു ഓതറൈസേഷൻ, അതായത് പുതിയൊരു റൂളൊക്കെ ആഡ് ചെയ്തല്ലോ. സോ നമ്മുടെ കെഞ്ചാക്കു, സോ ഇതൊക്കെ നടക്കുന്ന കുറച്ച് ടൈം മുമ്പുള്ള ഒരു പാസ്റ്റ് പോലെ ഒരു ടൈമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ നമ്മുടെ ഈ ഒരു കെഞ്ചാക്കുവിൻ്റെ തല വെട്ടിയ സമയമില്ലേ, ആ ഒരു ടൈമാണ് കാണിക്കുന്നത്. സോ എൻ്റെ വില്ലും അങ്ങനെ പാസ്സാവും, ഞാൻ മരിച്ചാൽ എൻ്റെ വില്ല് പാസ്സാവും പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കെഞ്ചാക്കു കാര്യങ്ങളും നമ്മുടെ യൂട്ടിൻ്റെ അത് പറയേണ്ടത് ആ ഒരു എക്സാക്ട് ടൈമിലായിരിക്കും നമ്മുടെ കെഞ്ചാക്കുവിൻ്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് കേഴ്സൊക്കെ വിട്ടുപോവുക. അതായത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ കെഞ്ചാക്കു എടുത്തിരിക്കുന്ന ബോഡി നമ്മുടെ ഗെറ്റോൻ്റെയാണ്. ഈ ഒരു ഗെറ്റോൻ്റെ കേസ് ടെക്നിക്ക് എന്ന് പറയുന്നത് കേസ് മാനിപ്പുലേഷനാണ്. സോ ഒരു കേസ് എല്ലാം ആ ബോഡിക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സോ അപ്പോൾ എല്ലാവരും വിട്ടുപോവാണ്. സോ നമ്മുടെ യൂട്ടിൻ്റെയും അതുപോലെ തന്നെ റിക്കയും കൂടി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറേ കേസുകളിലൊക്കെ ബ്ലോക്ക് ചെയ്യണം. അതിൽ ഒരു കേസ് നമ്മുടെ കെഞ്ചാക്കുവിൻ്റെ ഹെഡ് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാക്ട് ടൈമിലാണ് നമ്മുടെ കെഞ്ചാക്കു ഒരു റൂൾ തന്നെ നമ്മുടെ കൊഗാനെ കൊണ്ട് ആഡ് ചെയ്യാൻ മാറുന്നത്. കൊഗാനി ആഡ് എ റൂൾ ട്രാൻസ്ഫർ ദ ഓതോറിറ്റി ടു ബിഗിൻ ദ എന്താ പറയുക ആക്സസ്, എൻ്റെ ആക്സസും നമ്മുടെ കെഞ്ചാക്കുവിനുള്ളത്, അതായത് നമ്മുടെ കെഞ്ചാക്കുവിന് കൈവശമുള്ള അല്ല ടെങ്ങൻ്റെ മെർജിങ്ങിനുള്ള ഓതറൈസേഷൻ ഫുള്ളും നമ്മൾ മെഗുമി ഫിഷിഗുറു, അതായത് നമ്മുടെ സുക്കുണിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞ റൂൾ അപ്പോഴാണ് ആഡ് ചെയ്ത് വിടുന്നത്. ഇപ്പോൾ നമ്മുടെ കൊഗനെ അതിൻ്റെ ഗെയിം മാസ്റ്റർ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഈ പുതിയ റൂളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ കെഞ്ചാക്കും നമ്മുടെ യൂട്ടിൻ്റെ ഇത് പറയുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യം മുമ്പേ ആക്സസ് നമ്മുടെ സുക്കുണിക്ക് കൊടുത്തു, അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇംപ്ലൈ ചെയ്ത് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ടെങ്ങൻ്റെ ആ ഒരു ചെറിയ ആ ഒരു സോളില്ലേ, ആ ഒരു ബേബി ആയിട്ട് ഒറിജിനൽ ഫോം അത് നമ്മുടെ യൂട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു എക്സാക്ട് ടൈമിൽ തന്നെയാണ് അത് മറ്റൊരു സൈഡ്, അതായത് ഈ ഒരു സാധനമാണ് നമ്മുടെ സുക്കുണിക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു സാധനമില്ല, നമ്മുടെ സുക്കുണ കൺസ്യൂം ചെയ്യുന്ന സാധനം, ഇതാണ് അത്. ഓക്കെ, സോ സാധനം കൈവിട്ട് പോയി. അപ്പോൾ നമ്മുടെ യൂട്ടൊന്നും നോക്കിയില്ല, നേരെ നമ്മുടെ കെഞ്ചാക്കിന് തലയ്ക്ക് ഒറ്റ കുത്ത്. എന്നിട്ട് ആളുടെ ബാക്കിയുള്ള ഊസിനെ അവിടെ തന്നെ വെച്ച് നമ്മുടെ യൂട്ട തീർത്ത് കളയാണ്. ഇപ്പം നമ്മുടെ മെയിൻ പാനലിലേക്ക് വരികയാണെങ്കിൽ കിങ് ഓഫ് കേഴ്സസ് യൂട്ട, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കേഴ്സസ്, അവരായിട്ട് ഒരു ഫൈറ്റ്, അതാണ് ഇപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ സുക്കുണ ഓരോന്നോരോന്നായി റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗോജു സത്തോറിൻ്റെ ഫൈറ്റിന് ശേഷം നമ്മുടെ ഡൊമൈൻ യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ ഒരു റിവേഴ്സ് കേഴ്സിങ് ടെക്നിക്കും യൂസ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു നമ്മുടെ സുക്കുണിക്ക്. സോ ഇപ്പോൾ പതിയായിട്ട് അതൊക്കെ റിട്ടേൺ ചെയ്ത് വരാൻ തുടങ്ങി കേട്ടോ നമ്മുടെ യൂട്ട കാര്യങ്ങൾ മനസ്സിലാക്കണം. സോ അധികം വൈബിച്ചൊന്നുമില്ല, യൂട്ട ആൻഡ് റിക്കൻ കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ദ കിങ് ഓഫ് കേഴ്സസിനെ. ഈ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈക്വൽ ഫൈറ്റാണ്. സോ രണ്ടാൾ പവർഫുള്ളാണ്, രണ്ടാളും സ്പെഷ്യൽ ഗ്രേഡാണ്, കേഴ്സസ് ആണ്, എല്ലാം ഉണ്ട്. സോ ഒരു ഈക്വലായൊരു ഫൈറ്റാണ്. സോ നമ്മുടെ സോഡ് വെച്ചിട്ട് നമ്മളെ സുക്കുണിനെ കൊല്ലാൻ നോക്കുമെങ്കിലും ആ ഒരു സോഡെല്ലാം നമ്മുടെ സുക്കുണ കാര്യങ്ങളെ പിടിക്കുകയാണ്. ശരി, എന്നാൽ ഇനിയിപ്പോൾ ഞാനായി തുടങ്ങിയ കാര്യങ്ങളാണ്, ഞാൻ തന്നെയാണ് കെഞ്ചാക്കിനെ കൊന്ന്, ഇനി ഞാൻ തന്നെയായിരിക്കും നിന്നെ കൊല്ലുന്നു പറഞ്ഞ പോലെ നമ്മുടെ യൂട്ട ഡൊമൈൻ എങ്ങനെ ആക്റ്റീവ് ചെയ്യണം. ഡൊമൈൻ എക്സ്പാൻഷൻ ഓൾ എൻകോംബാക്സിങ് ഓൺ ഈക്വോക്കൽ ലവ്. എന്ത് ഡൊമൈനാടാ അത്, ഇത് പറയാൻ തന്നെ എനിക്ക് അടുത്ത് കൊല്ലുമല്ലോ. ഓക്കെ, സോ ഈ ഡൊമൈൻ നോക്കുകയാണെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സ്, ആ ഒരു ഡൊമൈൻ്റെ ഏരിയ സെക്ഷനില്ലേ ഫുള്ളും സോഴ്സാണ്. സോ ഡൊമൈൻ ആക്റ്റീവ് ചെയ്ത ശേഷം നമ്മുടെ സുക്കുണിക്ക് അധികം ടൈമൊന്നും കൊടുത്തില്ല. എന്താണ് ഇത് പറഞ്ഞിട്ട് നേരത്തെ തന്നെ അതിൽ ഒരു സോഡ് എടുത്തിട്ട് സുക്കുണിക്ക് ആറ്റിക്കുകയാണ്. ഓക്കെ, ഞാൻ പഴയ പോലെ തന്നെ ആ സോഡിനെ പിടിച്ചേ എന്ന് പറഞ്ഞാൽ നമ്മൾ സുക്കുണി ഇരിക്കുമ്പോൾ അതിൽ കൂടെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്, തിൻ ഐസ് ബ്രേക്കർ. സോ ഇത് നമ്മുടെ യൂട്ട കോപ്പി ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. മറ്റേ പെണ്ണും ഒരു തലമുടിയനായിട്ടുള്ളേ നീക്കടല്ല പെണ്ണില്ലേ, അതിൻ്റെ അവളുടെ ഒരു ടെക്നിക്കാണ്. അത് നമ്മൾ യൂട്ട കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ആ അറ്റാക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പം നമ്മുടെ സുക്കുണിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതായത് മെഗുമിൻ്റെ സോൾ ഉണ്ടല്ലോ, സോ അവൻ്റെ ഈ ഒരു മെമ്മറീസിൽ നിന്ന് നമ്മുടെ യൂട്ടിൻ്റെ കേസ് ടെക്നിക്ക് എന്താണ് മനസ്സിലാക്കുന്നത്. സോ ഹീ ഈസ് സിംപ്ലി എ കോപ്പി ക്യാറ്റ്. അവൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്, കേസ് ടെക്നിക്ക് എന്ന് പറയുന്നത് കോപ്പി ചെയ്യുക. സോ ഇവൻ ഫൈറ്റ് ചെയ്യുന്ന ഒപ്പോണൻറ്റിൻ്റെ ടെക്നിക്ക് കാര്യങ്ങളെല്ലാം ഇവന് കോപ്പി ചെയ്യാൻ സാധിക്കും. സോ ആ കാണുന്ന സോഴ്സ് എല്ലാം ഈ സിംപ്ലി എന്താ പറയുക, ദ ടെക്നിക്സ് ഈ കോപ്പിഡ് ഫ്രം ഹിൻസ് ഒപ്പോണൻസ്. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സുക്കുണ പറയേണ്ടത് നമ്മുടെ നമ്മുടെ യൂജിനെ പറ്റിയിട്ട്. അതായത് നമ്മുടെ യൂജിൻ്റെ പഞ്ചസ് എന്ന് പറയുന്നത് സോൾ ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മൾ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ അവൻ്റെ ഈ പഞ്ചസ് എന്നെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ സുക്കുണിക്ക്. പിന്നെ മുമ്പ് കുസക്കാവേൻ്റെ ഒപ്പം ഒരു ട്രെയിനിങ് സെക്ഷനിൽ ഞാൻ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആയി വരും പറഞ്ഞിട്ട്. കാരണം അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ അഡ്രസ്സ് ചെയ്യുന്ന കാര്യം കുറച്ച് വ്യത്യാസമായിട്ടാണ്, ഓപ്പോസിറ്റായിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സോ നമ്മുടെ യൂജിൻ്റെ ടെക്നിക്ക് സോൾ. സോ ഇപ്പോൾ ഉള്ള ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ഗോജുവിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത പോലെയില്ലേ, മറ്റേ 2 കേഴ്സസ് വേഴ്സസ് നമ്മുടെ സുക്കുണയും കൂടി നമ്മുടെ ഗോജുവിനെ ഫൈറ്റ് ചെയ്യില്ലേ, അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ സുക്കുണ ഫൈറ്റ് ചെയ്യുന്നത്. അതായത് കിങ് ഓഫ് കേഴ്സസ് വേഴ്സസ് ക്യൂൻ, അതായത് നമ്മുടെ റിക്ക, യൂട്ട, അതുപോലെ തന്നെ യൂജി. ഇപ്പോൾ 3 ആളും കൂടിയിട്ടാണ് നമ്മളെ സുക്കുണ ഫൈറ്റ് ചെയ്യുന്നത്. സോ ഇവർ 3 ആളും കൂടി ഫൈറ്റാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുക്കുണിൻ്റെ കൈ നമ്മുടെ യൂജിയും പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്ട നേരെ അറ്റാക്ക് ചെയ്യാനും വരുന്നുണ്ട് നമ്മുടെ സുക്കുണിന്. ഇപ്പോൾ നമ്മുടെ സുക്കുണിക്ക് എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ കലങ്ങാണ്. അതായത് നമ്മുടെ യൂജിൻ്റെ ഈ ഒരു പഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ബോഡിയിൽ ഏറ്റവും ഡീപ്പിൽ കിടക്കുന്ന, അതായത് ബാത്ത് നിന്ന് റെഫർ ചെയ്യുന്ന നമ്മുടെ മെഗുമിൻ്റെ സോളിനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരിക. അതായത് മെഗുമിനെ തിരിച്ചു കൊണ്ടുവന്നത് തന്നെ വീക്കാക്കാനാണ് ഇപ്പോൾ നമ്മുടെ യൂജി ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുക്കുണിക്ക് മെയിൻ പേടി, അതായത് ഏറ്റവും റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹനാകുരുസിൻ്റെ ഈ ഒരു ജേക്കബ്സ് ലേഡർ. ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ മെഗുമി ഫുഷുഗറിന് കൺസ്യൂം ചെയ്യുക, അതായത് മെഗുമി ഫുഷുഗറിൻ്റെ കയ്യിലുള്ള ഈ ഒരു നമ്മളെന്താ പറയുക, മറ്റേ ടെങ്കൻ്റെ ആ ഒരു ഒബ്ജക്റ്റിനെ, കേഴ്സർ ഒബ്ജക്റ്റിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, ഒരു എൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഇനിമാക്കിൻ്റെ കേഴ്സർ സ്പീച്ച്, അതായത് ഡോണ്ട് മൂവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് പറയാണ്. ആ ഒരു എക്സാക്ട് ടൈമിൽ നമ്മുടെ സുക്കുണ ഫ്രീസ് ആയിട്ടുള്ള എക്സാക്ട് ടൈമിൽ തന്നെ വേറെ സോഡ് എടുത്തിട്ട്, അതായത് കോപ്പി ആയിട്ടുള്ള ഒരു സോഡ് എടുത്ത് തിൻ ഐസ് ബ്രേക്കറും യൂസ് ചെയ്യുന്നുണ്ട്. തെറിച്ചു പോണ സുക്കുണിനെ നമ്മുടെ മറ്റേ റീക്കിയും വെച്ചിട്ടും തല്ലുന്നു. പിന്നെ ഇവർ 3 ആളും കൂടി ചേർന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ സുക്കുണിനെ. ഇതൊക്കെ ഫൈറ്റ് ആണ്, ഇതൊക്കെ ആനിമേറ്റ് ചെയ്താൽ തീയായിരിക്കും, ഫയർ ആയിരിക്കും സാധനം. ഓക്കെ, മറ്റേ നമ്മുടെ അടുത്തതായിട്ട് ഇവർക്കൊക്കെ സ്ലാഷസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ സുക്കുണ സ്ലാഷസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സുക്കുണിയും വാട പറഞ്ഞ് നമ്മുടെ റിക്കിനെയും മുഖത്തിലൊക്കെ ചവിട്ടി വിട്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സുക്കുണിക്ക് ഇവർ 2 ആളും നല്ല മതുപ്പായിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയും ഒരു മാസം കൊണ്ട് എങ്ങനെ എത്തി മക്കളായി പറഞ്ഞത് ചോദിക്കുന്നുണ്ട്. യൂജി ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ, മറ്റേ യൂട്ടേൺ സിമ്പിളായിട്ട് വി ചീറ്റഡ് ഓഫ് കോഴ്സ്. ഓക്കെ, ഇവർ വീണ്ടും ഈ ഒരു ഫൈറ്റ് തുടങ്ങുകയാണ്. സുക്കുണ വേഴ്സസ് ക്യൂൻ, യൂട്ട, യൂജി. ഇവർ 3 ഫൈറ്റ് തുടങ്ങുകയാണ്. സോ ഇവൻ അടുത്ത് വേറെ ഒരുത്തിൻ്റെ നമ്മുടെ ഈ ഒരു മാങ്ക വരയ്ക്കണല്ലേ, സോ അവൻ്റെ ആ ഒരു കോപ്പി ചെയ്തുള്ള ഒരു കത്തിനെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു സോഡ് ഉപയോഗിച്ച് നമ്മളെ സുക്കുണയ്ക്ക് ഉപയോഗിക്കുന്നു. അടുത്തതാണ് മെയിൻ പാർട്ട്. അടുത്തൊരു സോഡ് എടുത്തിട്ട് നമ്മുടെ സുക്കുണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതും പിടിക്കണം. സോ ആ ഒരു സോഡും പിടിച്ചതിന് ശേഷം നമ്മുടെ സുക്കുണ മാമിനൊക്കെ എത്ര കണ്ടിക്കണം പറഞ്ഞിട്ട് ആ ഒരു ഫേസാണ്. അപ്പോഴേക്കും നമ്മുടെ യൂട്ട ക്ലീവ്, അതെ. എന്നിട്ട് അതുകൊണ്ട് തന്നെ സ്വന്തം ടെക്നിക്ക്, സുക്കുണിൻ്റെ സ്വന്തം ടെക്നിക്ക് തന്നെ ഇപ്പോൾ അവന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കണം, കോപ്പി ചെയ്ത് യൂസ് ചെയ്തിരിക്കണം നമ്മുടെ യൂട്ട. നറി അതിൻ്റെ മുഖത്ത് വെട്ടുക്കായിട്ട് നറി എൻ്റെ സ്വന്തം ടെക്നിക്ക് തന്നെ ഉപയോഗിക്കണം. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട്? ഓക്കെ, നമ്മൾ ഇത് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തൂ. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.